വരലക്ഷ്മി പൂജയ്ക്ക് പൂജാറൂം വൃത്തിയാക്കാറുണ്ട്, വിളക്കുകൾ ഒരുക്കാറുണ്ട്, കലസം ഒരുക്കി വെക്കാറുണ്ട്, വീടും പരിസരവും വൃത്തിയാക്കാറുണ്ട്. എന്നാൽ ആദ്യം എവിടെ നിന്ന് തുടങ്ങണമെന്നായിരിക്കും പലർക്കും സംശയം. നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കി കഴിഞ്ഞാൽ വീടിന്റെ പ്രധാന വാതിൽ എൻട്രൻസ് നല്ല പോലെ വൃത്തിയാക്കണം. മഞ്ഞൾ വെള്ളം തെളിച്ച് ഇവിടെ ചന്ദനവും കുങ്കുമവും മഞ്ഞൾ കുങ്കുമം കൊണ്ട് പൊട്ട് വെക്കുന്നത് വളരെ ഐശ്വര്യമാണ്. വരലക്ഷ്മി പൂജ വീട്ടിൽ ചെയ്യുന്നത് സാമ്പത്തിക നേട്ടം, വിജയം, വിദ്യാഭ്യാസം, കുടുംബാംഗങ്ങൾക്ക് നല്ല ആരോഗ്യം, ദീർഘായുസ്, ദീർഘസുമംഗലി ഭാഗ്യത്തിനും വേണ്ടിയാണ് വരലക്ഷ്മി പൂജ വീട്ടിൽ ചെയ്യുന്നത്. മഹാലക്ഷ്മിയെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതിനായി നമ്മുടെ വീടിന്റെ എൻട്രൻസ് മംഗളകരമായ വസ്തുക്കളാണ്. അതായത് മഞ്ഞൾ ശുദ്ധിയുടെ, ആരോഗ്യത്തിന്റെ, സമൃദ്ധിയുടെ പ്രതീകമാണ്. അത് രോഗങ്ങളും ദോഷങ്ങളും അകറ്റുന്നു. കുങ്കുമം മംഗളത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്. അത് വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും വരുത്തുന്നു. വീടിന്റെ പ്രധാന വാതിൽ പടിയിൽ, അതായത് കട്ടിളപ്പടിയിൽ അല്പം മഞ്ഞൾ വെള്ളം തിളയ്ക്കുക. ശുദ്ധമായ വെള്ളത്തിൽ അല്പം തിരുമഞ്ജനപ്പൊടി ചേർക്കുക. തിരുമഞ്ജനപ്പൊടി എന്ന് പറയുന്നത് വളരെ ദൈവീകത നിറഞ്ഞൊരു പൗഡറാണ്. ഇതുപോലെ എൻട്രൻസ് വൃത്തിയാക്കുമ്പോൾ, നമ്മുടെ വീട് തുടയ്ക്കുമ്പോൾ അല്പം തിരുമഞ്ജനപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ്, വളരെ ഐശ്വര്യമാണ്. ഈ തിരുമഞ്ജന പൗഡർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിബീസ് ലിറ്റിൽ വേൾഡിന്റെ സൈറ്റിൽ നിന്നും ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. മഞ്ഞൾ വെള്ളം തെളിച്ച് ശുദ്ധിയാക്കിയതിനു ശേഷം ഇതുപോലെ ചന്ദനവും മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടുക. വീടിന്റെ പ്രധാന വാതിലിൽ നമ്മുടെ കുലദൈവവും മഹാലക്ഷ്മിയും വസിക്കുന്നു എന്നാണ് വിശ്വാസം. ഇതുപോലെ വീടിന്റെ എൻട്രൻസ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന് തരുന്ന സന്തോഷവും കുടുംബത്തിന് തരുന്ന ഐശ്വര്യവും വളരെ വലുതാണ്.